എൻ അജിത് കുമാർ നമുക്കും ചേരുന്നു. ശ്രീ അജിത് കുമാർ, ഒരുപാട് വിവാദങ്ങളും വെല്ലുവിളികളും ഒക്കെ കണ്ടൊരു മത്സരത്തിനൊടുവിൽ ഇന്ത്യ ആവേശകരമായ 5 വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഏഷ്യ കപ്പിൽ 9ാം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചു എന്നാണെങ്കിലും വിയർത്ത് വിജയിച്ചു. ശരിക്കും ഈ വിക്ടറി നമ്മൾ ഏൺ ചെയ്തതാണ്. മറ്റേ 2 വിക്ടറികൾ നമ്മൾ പാകിസ്ഥാനായിട്ട് ആദ്യത്തെ മത്സരം ഗ്രൂപ്പ് സ്റ്റേജിലും പിന്നീട് സൂപ്പർ ഫോറിലും വിജയിച്ചത് കംഫർട്ടബിൾ ആയിട്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ശരിക്കും ഏൺ ചെയ്തു. ശരിക്കും ഫൈനലിന്റെ എല്ലാ എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഫൈനലിന്റെ എല്ലാ ഗ്ലാമറും ഈ മത്സരത്തിൽ ഉണ്ടായി എന്നുള്ള യാതൊരു സംശയമില്ല. മാത്രമല്ല കമ്മിങ് ഫ്രോം ബിഹൈൻഡ് ആണ്. 20-3 എന്ന നിലയിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇന്ത്യ വിജയിക്കുന്നത്. കാരണം ടോപ്പ് 3 ഇന്ത്യയെ കഴിഞ്ഞ 2 മത്സരങ്ങളും വിജയത്തിലേക്ക് നയിച്ച 3 ബാറ്റ്സ്മാരാണ് ഔട്ടായിരിക്കുന്നത്. അഭിഷേക് ശർമ്മ ഔട്ടായപ്പോ തന്നെ ഒരു ഞെട്ടലായിരുന്നു ക്രൗഡിനും കാണികൾക്ക് എല്ലാവർക്കും. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്താണ് ഇത് കാണിക്കുന്നത്. പ്രത്യേകിച്ചും തിലക് വർമ്മയുടെ ആ ഒരു സ്റ്റാൻഡ് ഇത്രയും നന്നായിട്ട് തിലക് വർമ്മ കഴിഞ്ഞ മത്സരത്തിലും വളരെ അൺസെൽഫിഷ് ആയിട്ട് 49 നിന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 49 റൺസാണ്. എന്നാലും അദ്ദേഹത്തിന് 50ക്ക് വേണ്ടി അദ്ദേഹം ട്രൈ ചെയ്തില്ല. ഇന്ത്യക്ക് കൂടുതൽ റൺസ് എടുക്കാനായിരുന്നു. ടീമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. നമ്മൾ ശ്രീലങ്ക മാച്ചിൽ നമ്മളിത് കണ്ടതാണ്. അദ്ദേഹം 49 നോട്ട് ഔട്ടാണ്. അദ്ദേഹത്തിന് ഈസി ആയിട്ട് 50 അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നാലും ലാസ്റ്റ് ബോൾ അദ്ദേഹം മറ്റേ റൺ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. തന്നെ ഒരു ടീം മാനാണ്. ഇത്രയും നല്ലൊരു ടീം മാനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതിലാണ് ഏറ്റവും സന്തോഷം. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ 2 സെഞ്ചുറികൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് 120 സൗത്ത് ആഫ്രിക്കയായിട്ട് എടുത്തത് നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. അതൊരു ക്രൂഷ്യൽ ക്രിട്ടിക്കൽ മൊമെന്റ്. ഇറ്റ് ഷോസ് ടെമ്പർമെന്റ്. ഒരു ബാറ്റ്സ്മാന്റെ ടെമ്പർമെന്റ് ആണ് കാണിക്കുന്നത്. പിന്നെ 2 നല്ല പാർട്ട്ണർഷിപ്സ്. നമ്മുടെ സഞ്ജു നല്ല പെർഫോമൻസ് ഇട്ടു. കഷ്ടകാലത്തിന് 24 ഔട്ടായി എന്നല്ലാതെ അദ്ദേഹം വേണ്ട സമയത്ത് സഞ്ജു നല്ല പെർഫോമൻസ് ഇട്ടു. ശിവം ദൂബെ പിന്നെ ആ ഒരു ക്ലാസ് ബാറ്റ്സ്മാൻ നമുക്ക് എന്നും അറിയാം. പ്രത്യേകിച്ച് വേറൊരു പ്രശ്നം ദുബൈക്കുള്ളത് പാണ്ഡ്യ റീപ്ലേസ് ചെയ്യണം. കാരണം ഹർദിക്ക് വരേണ്ട സ്ഥലത്താണ് ശിവം ദുബെ വന്നത്. സാധാരണ ഹർദിക്ക് വന്നിട്ട് നമുക്കറിയാം 2ാമത്തെ മത്സരത്തിൽ സൂപ്പർ 4ൽ ഹർദിക്കും തിലക്കും കൂടിയിട്ടാണ് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചത്. ആ പോയിന്റിലാണ് ശിവം ദുബെ വരുന്നത്. ആ സമയത്തും 77 for 4 ഒരിക്കലും ഒരു വെറും 70 റൺ വേണം. 10 റൺസ് നമുക്ക് സ്കോറിംഗ് റേറ്റ് അത്യാവശ്യമുള്ള സമയത്ത് ദുബൈ വന്നിട്ടുള്ള സ്കോർ, പ്രത്യേകിച്ച് ആരിഫ് റൌഫിന്റെ ആ ബോളിന്റെ 6 അടിച്ചത്, ആ 6 ആയിരുന്നു എനിക്ക് തോന്നുന്നത് മത്സരം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. ആ ഒരു സ്ട്രോക്ക് പല ക്രിട്ടിക്കൽ മൊമെന്റ്സിന് ദുബൈയുടെ നല്ല ബാറ്റിങ്ങും അവസാനം അദ്ദേഹം ഔട്ടായിരുന്നെങ്കിലും 10 runs to win എന്നുള്ള നിലവാരത്തെത്തിയതിനു ശേഷം ഇന്ത്യ ഒരു വിജയത്തിന്റെ വക്കത്തെത്തിയിട്ടാണല്ലോ അദ്ദേഹം ഔട്ടായത്. തീർച്ചയായിട്ടും ദുബൈയുടെയും എന്താ പറയുക തിലക്കിന്റെയും പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ആദ്യത്തെ മത്സരങ്ങളെല്ലാം ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മയായിരുന്നു. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഫൈനൽസിൽ ഏറ്റവും അത്യാവശ്യ സമയത്ത് അഭിഷേകിന് പകരം തിലക്കും ദുബൈയും ഹീറോസ് ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യ ഈ T20 ലോക ചാമ്പ്യൻസിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ലോക ചാമ്പ്യൻസ് ആണ് എന്ന് തെളിയിച്ചു കൊടുത്തു. അടുത്ത ലോക ചാമ്പ്യൻഷിപ്പ് വരാൻ പോകുന്നു. T20 വേൾഡ് കപ്പ് വരുന്നു. അത് വിജയിക്കാനുള്ള ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാനിത് കാണുന്നത്. ഈ T20 ലോകകപ്പിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് തന്നെ കാണുന്നു അല്ലേ? അപ്പോൾ ഈ സഞ്ജു ഉണ്ടാകുമോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ലോകകപ്പിന്, ഈ ടീമിനെ തന്നെ നിലനിർത്തുമോ ലോകകപ്പിന് എന്നൊരു ആകാംക്ഷ കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ ടീം തന്നെയായിരിക്കും. കാരണം ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഇനി സഞ്ജുവിന്റെ ഒരു ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന പ്രശ്നമില്ല. അതാണെങ്കിൽ ഏഷ്യ കപ്പിൽ കളിക്കില്ലായിരുന്നു. അത് എന്തുകൊണ്ട് സഞ്ജുവിനെ പ്രിഫർ ചെയ്തു? ദാറ്റ് മീൻസ് വളരെ ക്ലിയർ ആണ്. മാത്രമല്ല സഞ്ജുവിന്റെ പെർഫോമൻസ് കിക്ക് കീപ്പർ ഓൾസോ എക്സലന്റ്. ഇന്ന് 2 നല്ല ക്യാച്ചസ് ആണ്. 2 ക്യാച്ചസും പ്രത്യേകിച്ച് സൽമാൻ ആഗയുടെ വളരെ ഡിഫിക്കൽട്ട് ക്യാച്ചായിരുന്നു. അത് എന്ത് നന്നായിട്ടാണ് അദ്ദേഹം പ്ലേ എടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും കീപ്പിങ്ങും ഓഫ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ അതുകൊണ്ട് സഞ്ജുവിനെ ഈ ലോകകപ്പിന് പുറത്തിരുത്താന്നുള്ള ഈ ടീം തന്നെയായിരിക്കും. എനിക്ക് ഓൾമോസ്റ്റ് സെർട്ടനാണ് ഇതേ ടീമിനെ ഇന്ത്യ റീറ്റെയിൻ ചെയ്യും ലോകകപ്പിന്. മേ ബി 1-2 ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നമ്മൾ കോസ്മെറ്റിക് ചേഞ്ചസ് നമ്മൾ പറയാറില്ലേ, അങ്ങനെ 1-2 ചേഞ്ചസ് വരുത്തുന്നല്ലാതെ ഈ ടീം തന്നെയായിരിക്കും ലോകകപ്പിന് കളിക്കുക എന്നുള്ളത് യാതൊരു സംശയമില്ല.
മറ്റൊന്ന് അതിനൊപ്പം തന്നെ ഈ ചില മുതിർന്ന താരങ്ങളുടെ ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്തായാലും നായകൻ സൂര്യകുമാറും ശുഭ്മാൻ ഗില്ലും ഒക്കെ അവരുടെ ഒരു പ്രതിഭയുണ്ടല്ലോ, അതിന്റെ ഒരു നിഴലിൽ മാത്രമായി നിൽക്കുന്ന പ്രകടനമായിരുന്നു അല്ലേ കണ്ടത്? അല്ല, ഇത്തവണ അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ശുഭ്മാൻ ഗില്ലും സൂര്യകുമാറും ഒക്കെയാണല്ലോ ഏത് മത്സരത്തിന്റെയും വിജയത്തിന്റെ മുൻപന്തിയിലുണ്ടാവുക. ഈ ടൂർണമെന്റില് ശുഭ്മാൻ ഗിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ല് ഈ ഒരു ഫൈനൽസിൽ മാത്രമേ ശ്രീലങ്കയായിട്ട് ഇത്തിരി പെർഫോമൻസ് മോശമെങ്കിലും ശുഭ്മാൻ ഗില്ലിന്റെ പെർഫോമൻസ് അവരില്ല. പക്ഷെ മോശമായൊരു ക്യാപ്റ്റനാണ്. ആകെ പാകിസ്ഥാനോടുള്ള ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു ഇന്നിങ്സ് ഒന്ന് മാറ്റി നിർത്തിയാൽ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് വളരെ വളരെ മോശമായിരുന്നു, സംശയിക്കുന്നത്. അപ്പൊ ശ്രീലങ്ക എടുത്ത് പോലും ഒരു 13 റൺസിന് അദ്ദേഹം ഔട്ടായി. ഇന്ന് അറ്റ്ലീസ്റ്റ് നന്നായിട്ട് സ്കോർ ചെയ്ത്, പ്രത്യേകിച്ച് അഭിഷേക് വേഗം ഔട്ടായപ്പം എനിക്ക് എൻ്റെ ഒരു ഹോപ്പായിരുന്നു ഇന്ന് സൂര്യകുമാറിന്റെ ഡേ ആയിരിക്കും എന്ന്. എന്നാൽ അദ്ദേഹവും വീണ്ടും ഒരു അൺനെസസറി, ഗവസ്കർ വളരെ കൃത്യമായിട്ട് കോമന്ററിയിൽ പറയുന്നുണ്ടായിരുന്നു, ത്രൂ ഹിസ് വിക്കറ്റ് അവേ എന്ന് പറഞ്ഞ പോലെ ടോട്ടലി അൺനെസസറി ആയിട്ട് അൺവാണ്ടഡ് ആയിട്ടൊരു ഷോട്ടിന്, പ്രത്യേകിച്ചും അഭിഷേക് ഔട്ടായ സ്ഥിതിക്ക് അദ്ദേഹം കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പക്ഷെ 24-3 ആയപ്പം ഇന്ന് കളി തീർന്നോ എന്ന് പോലും ഒരു സംശയം നമുക്കൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും ആ ക്രൂഷ്യൽ 2 പാർട്ട്ണർഷിപ്സ്, ആദ്യം ആ 57 റൺ പാർട്ട്ണർഷിപ്പ്, എനിക്കൊന്നും ആ സഞ്ജുവും തിലകുവിന്റെ ആ 57 റൺ പാർട്ട്ണർഷിപ്പാണ് ശരിക്കും ഇന്ത്യയുടെ വിജയത്തിന്റെ ഒരു അടിത്തറ പാകിയത്.